ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഉച്ചത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കിയല്ലോ കൂട്ടുകാരെ. ഞാൻ സവാള കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു സവാളയുണ്ട്, ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്യാനാണെന്ന് പറയാമേ. അടുപ്പിൽ നമ്മളൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ വീത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു മുട്ട മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് യൂട്യൂബിൽ കണ്ട വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മുട്ടയുള്ളൂ കേട്ടോ. ഒരു മുട്ടയ്ക്ക് ഞാൻ ഒരു സവാളയാണ് എടുത്തേക്കണത്. നമുക്ക് ആവശ്യത്തിന് ഉള്ളത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു സവാള കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നതാണ്. സവാളയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് നമുക്ക് വഴറ്റി എടുക്കാമേ. സവാള നല്ല വെന്തതിന് ശേഷം മാത്രം നമ്മൾ മുട്ട ചേർത്ത് കൊടുത്താൽ മതി. അവിച്ച മുട്ടയാണ് അത് തൊലിച്ചെടുക്കട്ടെ ദൂരം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സവാള അവിടെ ഇരുന്ന് വഴണ്ടി വരും. പിന്നെ മീൻ ഇതാ കൂട്ടുകാരി, ഞാൻ ചെറുപയർ കേട്ടോ, അത് നല്ലതായിട്ട് കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്ന് രാവിലെ കുറച്ച് പയറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കറി വയ്ക്കാൻ വേറെ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ആ പയറെടുത്ത് ഒരു ഒഴിച്ച് കറി വെക്കാന്ന് ഒരു പയർ കറി വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ കറണ്ടില്ല. ഇത്രയും നേരം വരെ ഇങ്ങനെ തേങ്ങ എല്ലാം തിരികെ വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇപ്പം കറണ്ട് വന്നപ്പോൾ ഓടിപ്പോയി അരച്ചെടുത്തത് കേട്ടോ. അതുകൊണ്ട് അരപ്പ് ഉള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ, ഇതിന് മുമ്പ് ഞാൻ അരയ്ക്കുന്ന വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ 2 പച്ചമുളകും ചെറിയ ഉള്ളിയും ജീരകവും മഞ്ഞപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ടുള്ള അരപ്പാണ് തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് എല്ലാം സിമ്പിൾ കറികളാണ് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല കേട്ടോ. ഇന്ന് ആദ്യം വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. എന്നാലും വിചാരിച്ച വിഭവങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ എടുക്കുന്നത്. മുട്ട നമുക്ക് ചെറിയ കഷ്ണങ്ങളായി ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു മുട്ടയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് മതി. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ സവാള നല്ലതുപോലെ വരട്ടി എടുത്തതിന് ശേഷം അതിലിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് ഓഫ് ചെയ്തു. ഇനി കടുക് കൂടി താളിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മൾ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒരുപാടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് ഉടയ്ക്കാതെ ഒരു പരുവത്തിന് ഒന്ന് വെച്ച് അങ്ങ് തീ ഓഫ് ചെയ്ത് ഇടാം കേട്ടോ നമുക്ക്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മുട്ട മെഴുക്ക് വരട്ടി എന്ന് പറഞ്ഞ് ഇപ്പം അത് റോസ്റ്റ് പരുവത്തിനായില്ലേ കേട്ടോ. റോസ്റ്റ് പോലെ എന്തായാലും കഴിക്കും. നമ്മുടെ പയറ് കറിയിലേക്ക് കടുക് താളിച്ച് വീത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് കഴിക്കാൻ പോവേണ്. അടപ്പ് റേഷൻ അരിച്ചോറ് വെന്ത് ഇത്തിരി കുഴഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. ഞാൻ 2 ദിവസം കൊണ്ട് അങ്ങനെ റേഷൻ അരി അല്ലല്ലോ, അതുകൊണ്ട് വെന്തോയാ. അപ്പം കൂട്ടുകാരി, നമ്മളിതാ ചോറ് കഴിക്കാൻ പോവേണ്. ഇന്ന് ഒത്തിരി കറികളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ. ചെറുപയർ കറിയും പിന്നെ നമ്മുടെ മുട്ടയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ച വിഭവം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മാങ്ങ അച്ചാറ് കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി വെച്ച് ചോറ് കഴിക്കാം. ഇന്നാദ്യം വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വാച്ച് അവരിങ്ങനെ കുറഞ്ഞു പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ ഏട്ടാ. ഉള്ളതുകൊണ്ട് ഓണം പോലെ. പിന്നെ നോയമ്പ് തുടങ്ങി. നോയമ്പ് തുടങ്ങി. പിന്നെ ചേട്ടന് സ്കൂളിൽ ഓട്ടം പോണം അല്ലേ. അതെ, സ്കൂളിൽ ഒരു ക്രിസ്തുഗിര സ്കൂളിൽ രാവിലെയും വൈകുന്നേരം ഡ്രൈവറായിട്ട് ചേട്ടനൊരു ജോലി കിട്ടി. അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ തട്ടിക്കൂട്ട് വീഡിയോ ഒക്കെ ആയിരിക്കും ഇനി മുതൽ വരുന്നതൊക്കെ അല്ലേ. ഉച്ച സമയത്ത് ചേട്ടൻ ചോറ് കഴിക്കാൻ വരുന്ന സമയത്ത് ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. കഴിക്കാം.
ചോറ് കഴിക്കാം. മീനുകുട്ടി സ്കൂളിൽ പോയട്ടോ ഇന്ന്. അതെ, മീനുകുട്ടി സ്കൂളിൽ പോയി ചോറപ്പൊ കഴിക്കുകയാണ്. അപ്പൊ ചോറ് അപ്പൊ എന്തായാലും നമ്മള് പറഞ്ഞല്ലോ എന്തൊക്കെയാണ് മാങ്ങ. അതെ, മാങ്ങ, പിന്നെ പയറ് ഒഴിച്ചുകറി, പിന്നെ നമ്മുടെ റോസ്റ്റ് പോലായ മുട്ട വിഴുക്കും. ഓക്കെ, അപ്പൊ ഇതിനോടെ കൂടെ നമ്മൾ ചോറ് കഴിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. പുതിയ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തിനു ചെയ്യണം അതൊന്നും പറഞ്ഞില്ല, പറ. അപ്പോഴ് വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്ത് നമ്മുടെ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും കേട്ടോ. അപ്പോഴേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തതാണ്.